ഞങ്ങളൊരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കാൻ പോവുകയാണേ. നമ്മുടെ കയ്യിലുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേക മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ഒരു ഊഹക്കണക്കിന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു അപ്പിയറൻസ് ഇതിന് വേണം, ഒരു പർട്ടിക്കുലർ അപ്പിയറൻസ് ഇതിന് വേണം എന്നുള്ള രീതിയിൽ. സോ എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ്, അത് പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസിൽ ആൽബം വരുന്നൊരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. സോ ആ വൈറ്റ് ബോക്സ് വെച്ചിട്ട് ഒരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കാം എന്നൊരു പ്ലാന് പെട്ടെന്ന് തോന്നിയതാണ്. അത്യാവശ്യം ഒരു കണക്കിൽ അതിന് വേണ്ട രീതിയിൽ കാർഡ്ബോർഡ് മുറിച്ചൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇതിൻ്റെ പുറത്തൊരു ജൂട്ട് കൊണ്ട് ഒരു ലെയർ കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ ജൂട്ട് കിട്ടാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ജൂട്ടിൻ്റെ ഷീറ്റ് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണും ഫെവിക്വിക്കും ഒക്കെ വാങ്ങിച്ചായിരുന്നേ. ഈ ഗ്ലൂ ഗണ്ണൊക്കെ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഫെവിക്വിക്ക് കൊണ്ടും ഇത് സിമ്പിളായിട്ട് പറ്റും. ഇനി ഞാൻ പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ ഫെവിക്വിക്കും വേണമെന്നില്ല, നമ്മുടെ കയ്യിലൊരു സ്റ്റേപ്ലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ പരിപാടി അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ ആദ്യത്തെ ടാസ്ക് ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നേ. 3 സൈഡ് ബോക്സിൻ്റെ തന്നെ കീപ്പ് ചെയ്തിട്ടായിരുന്നു ഞാനിത് കട്ട് ചെയ്തെടുത്തത്. നമ്മൾ ഈ ബോക്സിൻ്റെ സൈഡ് കീപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സൈഡ് വലിയ പാടില്ലാതെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ഓരോന്നും ഒട്ടിച്ചൊട്ടിച്ച് റെഡിയാക്കി എടുക്കേണ്ടി വരും. അത് ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ ഞാൻ ചെയ്തത് ഇതിനകത്ത് വരുന്ന പാർട്ടീഷനാണ്. പാർട്ടീഷന് വേണ്ടിയിട്ട് സെയിം കാർഡ്ബോർഡ് തന്നെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ജൂട്ടിൻ്റെ ലെയർ തന്നെ കൊടുത്തു. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭംഗി വരുത്താനായിട്ട് ലേസ് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നേ. നമ്മൾ ഡ്രസ്സിലൊക്കെ തയ്ച്ച് പിടിപ്പിക്കുന്ന ലേസ് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. ഇങ്ങനെയുള്ള ഡെക്കറേഷൻസിനൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ തന്നെയാണ് ലേസ്. നമ്മൾ ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന അതേ ലേസ് തന്നെയാണ്. സോ നമ്മുടെ ഡെസ്ക് ഓർഗനൈസറിന് നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് ഈ ലേസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തു ഞാൻ. എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു സ്ട്രക്ചറിലോട്ട് ഇത് വന്നിട്ടുണ്ട്. ഒരു ഡ്രോയർ ഫ്രണ്ടിൽ വരണം, ഒരു ഡ്രോയറിൻ്റെ സ്ട്രക്ചർ ഫ്രണ്ടിൽ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹമേ. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമുക്കൊരു മിനുക്ക് പണി എന്ന് പറയുന്നത് ഡ്രോയറിനൊരു പിടി വെക്കുക എന്നുള്ളതാണ്. അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം അവിടെ ഇവിടെ ചെറിയ ചെറിയ മിനുക്ക് പണികൾ കൂടെ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മളുടെ ഡെസ്ക് ഓർഗനൈസർ സെറ്റായിരിക്കുകയാണ്. ഒരു സംഭവം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല പല ആംഗിളിൽ അത് വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു മോഹം വരും. അങ്ങനെ എടുത്തിരിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം ആംലേറ്റുള്ള ഒരു ഓഫീസ് സ്പേസാണ് നമ്മുടേത്. അങ്ങനെ നമ്മൾക്ക് ഇതിനകത്ത് ഓർഗനൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോഴത്തേക്കും അപ്പൂസ് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നേ. ആദ്യമേ ആളിത് കണ്ടിട്ടില്ലായിരുന്നു. പുതിയൊരു സംഭവം കണ്ടതിനെക്കാട്ടി പക്ഷേ ആളുടെ കണ്ണുടക്കിയത് സെല്ലോ ടേപ്പിലാണ്. സെല്ലോ ടേപ്പ് ആളുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വെച്ചു. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എടുത്തെടുത്ത് നല്ലല്ലോ എടുത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തിരിച്ചതാ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് ആൾ. അപ്പൂസ് സൂപ്പർ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. താങ്ക്